ഹലോ എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിൽ പലരും ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് നീതു. ഞാൻ കാനഡയിലാണ് താമസിക്കുന്നത്. ഇവിടെ ഫാമിലി ആയിട്ടാണ്. ഞാനൊരു നേഴ്സാണ്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പം മറ്റേണിറ്റി ലീവിലാണ്. നമുക്കിത് കുറച്ച് തിരക്കുള്ള ദിവസമാണ്. ഇന്ന് ആഫ്റ്റർനൂൺ ജോഷുവിൻ്റെ 6 മന്തിൻ്റെ വാക്സിനേഷൻ ഉണ്ട്. ഇത് കണ്ടിട്ട് ആരോ വൈരാഗ്യം തീർത്തതുപോലെ തോന്നുന്നില്ലേ? വേറൊന്നുമില്ല, എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പാത്രം കഴുത്തുന്നതാണ് ഇന്നലെ. വളരെ കലാപരമായ എൻ്റെ ഏറ്റവും താഴെ ഇരിക്കുന്ന ഒരു പാത്രം എടുക്കാൻ ഞാൻ പെട്ട പാട് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇത് ഞങ്ങളുടെ ഇവിടെ ബെയർ വന്നായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി. അപ്പോൾ ബെയർ വരുന്നത് ഫുഡ് വേസ്റ്റ് കഴിക്കാനാണ്. അപ്പോൾ ഗാർബേജ് ബിൻ മറിച്ചിട്ടിട്ട് അതിനകത്ത് ഫുഡ് വേസ്റ്റ് കഴിച്ചിട്ട് പോയതാണ് കണ്ടത്. പിന്നെ ഞാൻ അതെല്ലാം കൂടെ എടുത്ത് ഗാർബേജ് ബിന്നിലേക്ക് ഇട്ടു. അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് നമുക്ക് ലഞ്ച് ഉണ്ടാക്കണം. ലഞ്ചിന് ഞാൻ ചിക്കൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. നോവി ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. അവർക്ക് ചെറിയ ജലദോഷവും പനിയൊക്കെ ഉള്ളതുകൊണ്ട് വിട്ടില്ല. അപ്പോൾ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. ഇപ്പോൾ സമയം ഏകദേശം 11 മണി ആയിട്ടുണ്ട്. 3 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. ഒരു 2:30 ആകുമ്പോഴെങ്കിലും ഇവിടുന്ന് ഇറങ്ങണം. സോ ആദ്യം തന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തു. ചെറിയ പീസസ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. ഞാൻ ഒത്തിരി സ്പൈസസ് ഒന്നും ചേർത്തിട്ടില്ല. എരിവാണെങ്കിൽ നോവിയെ കഴിക്കത്തില്ല. കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഉപ്പും മാട്ടോ ചേർത്തിട്ടുള്ളൂ. അങ്ങനെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. വെജിറ്റബിൾസ് എല്ലാം റെഡി ആക്കിയിട്ട് എല്ലാം ഹൈ ഫ്ലെയിമിലാണ് കുക്ക് ചെയ്യുന്നത്. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിക്കും വെന്ത് പോവും. സോ ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 3 ഗാർലിക്കും കൂടെ ആഡ് ചെയ്തായിരുന്നു. ഫ്രൈഡ് റൈസിന് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് ക്യാപ്സിക്കം, ഗ്രീൻ പീസ്, ബീൻസ്, പിന്നെ ഞാൻ മുട്ടയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നേ. 4 മുട്ട ഉണ്ടായിരുന്നു. എഗ്ഗ് ആദ്യം റെഡിയാക്കി വെച്ചായിരുന്നു. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് പെപ്പർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കെച്ചപ്പും സോയ സോസും കൂടെ ആഡ് ചെയ്തായിരുന്നു. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചത്. വെജിറ്റബിൾസ് ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ആഡ് ചെയ്യാം. റൈസ് കുക്ക് ചെയ്ത് വെച്ച് കുറച്ച് തണുത്തിട്ട് ഇടുന്നതാണ് നല്ലത്. റൈസും കൂടെ ആഡ് ചെയ്ത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇപ്പോൾ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ടൈം ഒരു 1 മണി ആയിട്ടുണ്ട്. ഇനി ഇത് കഴിച്ചിട്ട് ഇറങ്ങണം. അപ്പോൾ നോവി ഉണ്ടായിരുന്നു എൻ്റെ കൂടെ. അവൾ സ്കൂളിൽ വിടാത്തതുകൊണ്ട് അവളെ കൊണ്ടാണ് പോയത്. ഇവിടെ വാക്സിനേഷൻ എടുക്കാൻ പോകുന്നത് പബ്ലിക് ഹെൽത്തിലാണ്. അവിടെ ഒരു നേഴ്സ് കാണുമ്പോൾ ഒരു 6 കാണും. 6-നാണ് നമുക്ക് വാക്സിനേഷൻ ഒക്കെ എടുക്കുന്നത്. ഇങ്ങനെ ഒരു ബുക്ക്ലെറ്റ് കിട്ടും കേട്ടോ നമുക്ക്. അത് ബേബീസ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് പബ്ലിക് ഹെൽത്ത് അയച്ചു തരുന്നതാണ്. അതിലൂടെ പറയുന്നത് ചൈൽഡ് ഹെൽത്ത് പാസ്പോർട്ട് എന്നാണ് കേട്ടോ. അതിനകത്ത് ബേബീസിന്റെ ഇമ്മ്യൂണൈസേഷൻ റിപ്പോർട്ട് എല്ലാം കാണാം. അപ്പോൾ ഓരോ തവണയും നമ്മൾ ഇമ്മ്യൂണൈസേഷൻ എടുക്കാൻ പോകുമ്പോൾ ചെന്ന് കഴിയുമ്പോൾ അവരവിടെ മാർക്ക് ചെയ്യും എന്നാണ് കൊടുത്തതെന്നൊക്കെ. അപ്പോൾ ജോഷുവിൽ നിന്ന് ഒരു വാക്സിനേഷൻ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഏത് വാക്സിൻ എടുത്തെന്ന് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വാക്സിനേഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ലീഫ്ലെറ്റ് തരും. അതിന്റെ അകത്ത് കെയർ ആഫ്റ്റർ ഇമ്മ്യൂണൈസേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതൊരു ഗ്രോത്ത് ചാർട്ടാണ്. ഓരോ തവണ ചെല്ലുമ്പോഴും ബേബീസിന്റെ വെയിറ്റും ഹൈറ്റും ഹെഡ് സർക്കംഫറൻസും നോക്കാറുണ്ട്. അത് അവർ മാർക്ക് ചെയ്യും ഇതിനകത്ത്. ഗ്രോത്ത് നോർമൽ ട്രാക്കിലല്ലേ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ചില ലീഫ്ലെറ്റും കൂടെ തരും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓരോ രാജ്യത്തും പല രീതിയിലായിരിക്കും. കാനഡയിൽ ഇങ്ങനെയാണ്. കാനഡയിൽ തന്നെ ഓരോ പ്രൊവിൻസിലും ഇങ്ങനത്തെ കാര്യങ്ങൾ പല രീതിയിലാണ്. ഇപ്പൊ നോവി ഉണ്ടായത് ഇവിടെയല്ല, വേറെ പ്രൊവിൻസിലായിരുന്നു. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾക്ക് വേറെ രീതിയിലായിരുന്നു. അങ്ങനെ ജോഷിന്റെ വലത് കാലിന്റെ ഒരു കുത്തൊക്കെ കിട്ടി. 4 മണിയൊക്കെ ആയപ്പോഴും ഞങ്ങൾ വീട്ടിലെത്തി കേട്ടോ. വീട്ടിൽ വന്നപ്പോൾ ഞാൻ ജോഷിന് ഓർഡർ ചെയ്ത കുറച്ച് സാധനങ്ങൾ ആമസോണിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് കണ്ടാലോ? ഇതൊരു സിലിക്കോൺ ബിബാണ്. അതിന്റെ 2 സെറ്റ് ഉണ്ട് കേട്ടോ അതിനകത്ത്. ഇത് വാട്ടർ പ്രൂഫും BPA ഫ്രീയും ആണ്. ജസ്റ്റ് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം. അടുത്തൊരു ഫ്രൂട്ട് ആൻഡ് ഫുഡ് ഫീഡർ പാസിഫയർ ആണ്. അതും സിലിക്കോൺ ഫീഡർ ആണ്. 3 ഡിഫറെന്റ് സൈസസ് ഉണ്ടായിരുന്നു അതിനകത്ത്. അതും BPA ഫ്രീ ആണ് കേട്ടോ. 3 കളർ ഉണ്ടായിരുന്നു. ടാൻ, ഗ്രേ ആൻഡ് ബ്രൗൺ എന്നോണം. മൈക്രോവേവിൽ യൂസ് ചെയ്യാം. ഡിഷ് വാഷർ സേഫും ആണ്. ഇതൊക്കെ കിഡ്സിന് കൊടുക്കുമ്പോൾ പാസിഫയർ ക്ലിപ്പ് ഇട്ടിട്ട് ഒന്ന് ക്ലിപ്പ് ചെയ്ത് വെച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ എപ്പോഴും ഡ്രോപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു 6 to 7 months ഒക്കെ ആയിട്ട് ഇത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പിള്ളേർ അങ്ങനെ കാര്യമായിട്ട് സക്ക് ചെയ്യില്ല. അതിൽ 3-നും ഓരോ റീഫില്ലും കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് അടുത്ത ഐറ്റം. ഇത് ഡാപ്പിൾ ബേബിയുടെ പ്ലാൻ ബേസ്ഡ് ബോട്ടിൽ ക്ലെൻസർ ആണ്. ഇത് ഫ്രാഗ്രൻസ് ഫ്രീ ആണ്. ഒരു 1/2 ലിറ്ററിന്റെ ബോട്ടിലാണ് കേട്ടോ അത്. ഇതിന്റെയൊക്കെ റിവ്യൂ കണ്ടിട്ടാട്ടോ ഞാൻ മേടിക്കുന്നത്. നല്ലതാന്നുള്ള റിവ്യൂ കണ്ടിട്ട് തന്നെ മേടിച്ചത്. ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നല്ലതല്ലെന്ന് വിചാരിച്ചാണ് ഇപ്പൊ വീഡിയോയിൽ ഇടണേ. അതൊരു 1/2 ലിറ്ററിന്റെ ബോട്ടിലാണ്. അൺസെലഡും ആണ് കേട്ടോ. അടുത്ത ഐറ്റം ഒരു സിലിക്കോൺ സക്ഷൻ ബൗളാണ്. അതിന്റെ കൂടെ തന്നെ 2 സ്പൂണും ഉണ്ട്. വാക്യൂം ഞാൻ നോക്കിയിട്ട് ജോഷിന്റെ ഹൈ ചെയറിൽ അത്ര എഫക്റ്റീവ് അല്ല. പക്ഷേ കൗണ്ടർ ടോപ്പിൽ വെച്ച് നോക്കി കഴിഞ്ഞപ്പോൾ നല്ലതായിരുന്നു. നന്നായിട്ട് സക്ഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ള കളറും ലിഡും ഉണ്ട് കേട്ടോ അതിന്റെ കൂട്ടത്തിൽ തന്നെ. ലാസ്റ്റ് വന്ന ഒരു ബേബി ഫുഡ് പ്രോസസർ ആണ്. ഇതിൽ സ്റ്റീമർ, ബ്ലെൻഡർ, പ്യൂരി മേക്കർ ഇതെല്ലാം ആയിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ മിൽക്ക് വാമിങ്ങും ഉണ്ടായിരുന്നു. പിന്നെ ബോട്ടിൽ സ്റ്റെറിലൈസിങ് ഓപ്ഷനും ഉണ്ട്. എൻ്റെ പേര് ഷെഫ് ഹാൻഡി എന്നായിരുന്നു. ഇവിടെ ഞാൻ ആമസോണിൽ നിന്ന് തന്നെയാണ് അത് മേടിച്ചത്. നാട്ടിലെ ആമസോണിൽ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാനിത് 1-2 തവണ യൂസ് ചെയ്തായിരുന്നു. ഒത്തിരി നല്ലതാണ് കേട്ടോ. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒരു മെഷീനിൽ തന്നെ നടക്കും. ഒരു റിയൽ ഗെയിം ചേഞ്ചർ തന്നെയാണ്. വളരെയധികം ടൈം സേവ് ചെയ്യാൻ നമുക്ക് പറ്റും. വേറെ ഒത്തിരി ബ്രാൻഡിന്റെ ഫുഡ് പ്രോസസേഴ്സ് കണ്ടായിരുന്നു.
പക്ഷെ ഇതിന് ഇത്തിരി നല്ല റിവ്യൂ കണ്ടു, സോ അതുകൊണ്ടാണ് മേടിച്ചത്. ഇതിന്റെ കൂടെ തന്നെ മാനുവൽ ഉണ്ടായിരുന്നു, അതിനകത്തെല്ലാം പറയുന്നുണ്ട്. 15 മിനിറ്റ്സ് എടുക്കും സ്റ്റീമിങ്ങിന് വേണ്ടിയിട്ട്. പിന്നെ മാനുവൽ ബ്ലെൻഡും ഓട്ടോ ബ്ലെൻഡും ഉണ്ട്. പിന്നെ ഫുഡ് മിൽക്ക് വാം ചെയ്യാൻ വേണ്ടിയിട്ട് 7 മിനിറ്റ്സ് എടുക്കുന്നുള്ളൂ. ബോട്ടിൽ ഞാൻ സ്റ്റെറിലൈസ് ചെയ്തില്ല അതിനകത്ത് ഇതുവരെ. സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിലേ അറ്റ് എ ടൈം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കൂടെ സ്റ്റോറേജിന് വേണ്ടി ഫുഡ് പൗച്ചസും ഉണ്ടായിരുന്നു. 3 സ്റ്റോറേജ് പൗച്ചസ് ആണ് ഉണ്ടായിരുന്നത്. ഇതിലാണ് വെള്ളം ഒഴിക്കേണ്ടത്. ഇതിന്റെ മാക്സിമം ലെവൽ വരെ വെള്ളം ഒഴിക്കാം. ആ വെള്ളമാണ് സ്റ്റീമിങ്ങിന് യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് സാധാരണ മിക്സിക്കുള്ള പോലെ തന്നെ ഇതിന് 2 ജാറുകളുണ്ട്. ഒരെണ്ണം സ്റ്റീമിങ്ങിനുള്ളതും ഒരെണ്ണം ബ്ലെൻഡിങ്ങിനുള്ളതും. സ്റ്റീമിങ്ങിന്റെ ജാറ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോലെ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു അഗെയിൻ. ഇപ്പൊ നമ്മുടെ ലിയോയും ജോഷും കൂടെ ഉള്ള ഒരു ഒളിച്ചുകളി കണ്ടിട്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. കണ്ടോ.